പ്രോഗ്രാമിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിബഗ്ഗിംഗ് എന്നുള്ള ഫേസ് വരെ പറഞ്ഞു. പ്രധാനമായിട്ടും പ്രോഗ്രാമിങ്ങിൻ്റെ 5 സ്റ്റെപ്പുകളാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഫസ്റ്റ് ഫേസ് പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ, സെക്കൻഡ് ഫേസ് ഫ്ലോ ചാർട്ട് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അൽഗോരിതം, ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അൽഗോരിതം തയ്യാറാക്കുക. തേർഡ് ഫേസ് കോഡിംഗ്, ഫോർത്ത് ഫേസ് ട്രാൻസ്ലേഷൻ, ഫിഫ്ത്ത് ഫേസ് ഡിബഗ്ഗിംഗ്, ആറാമത്തെ ഫേസാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അപ്പോൾ തൊട്ട് മുൻപത്തെ പ്രോഗ്രാമിംഗ് ഫേസ് ആയിട്ടുള്ള ഡിബഗ്ഗിംഗ്, തെറ്റുകൾ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുക, പ്രോഗ്രാമിംഗ് എറേഴ്സ് കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അഞ്ചാമത്തെ സ്റ്റേജായിട്ടുള്ള ഡിബഗ്ഗിംഗ്. അപ്പോൾ അവിടെ ആ ഒരു ഫേസ് പറഞ്ഞപ്പോൾ പ്രധാനമായിട്ടും ഒരു പ്രോഗ്രാമിൽ ഏത് ഭാഷയിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതിയാലും, ഹൈ ലെവൽ ഭാഷയിലായാലും മെഷീൻ ലാംഗ്വേജിലായാലും അസംബ്ലി ലാംഗ്വേജിലായാലും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിൽ ഉണ്ടാകാവുന്ന പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള ഇററുകളാണ്, അതിൽ സംഭവിച്ചേക്കാവുന്ന 2 തരത്തിലുള്ള തെറ്റുകളാണ്, പ്രോഗ്രാമിംഗ് തെറ്റുകളാണ്. ഒന്ന് സിൻടാക്സ് എറർ, മറ്റൊന്ന് ലോജിക്കൽ എറർ. സിൻടാക്സ് എറർ എന്ന് പറയുന്നത് ഒരു തരം പ്രോഗ്രാമിംഗ് എറേഴ്സാണ്. മറ്റൊരു തരത്തിലുള്ള പ്രോഗ്രാമിംഗ് എറേഴ്സാണ് ലോജിക്കൽ എറേഴ്സ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് രണ്ടും കണ്ടുപിടിക്കപ്പെടുന്നത് 2 പ്രോഗ്രാമിംഗ് ഘട്ടങ്ങളിലൂടെയാണ്. ഒരു സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിംഗ് ഭാഷയുടെ നിയമങ്ങൾ തെറ്റിച്ച് പ്രോഗ്രാം എഴുതുന്നത് വഴി പ്രോഗ്രാമിൽ വരാവുന്ന തെറ്റുകളെയാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. ഒരു ഓരോ പ്രോഗ്രാമിംഗ് ഭാഷയ്ക്കും അതിൻ്റേതായിട്ടൊരു സിൻടാക്സ് ഉണ്ട്. ഓരോ കമാൻഡിൻ്റെയും സ്പെല്ലിംഗ്, അതുപോലെ തന്നെ ആ ഭാഷയിൽ ചില കമാൻഡുകൾ അവസാനിപ്പിക്കുമ്പോഴും തുടങ്ങുമ്പോഴും ഉപയോഗിക്കേണ്ട ചില ചിഹ്നങ്ങൾ എന്നുള്ള ഇത്തരം കാര്യങ്ങളെയാണ് ആ പ്രോഗ്രാമിംഗ് ഭാഷയുടെ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ഭാഷ പഠിച്ച് തുടങ്ങിയ ഒരാൾക്ക് പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ സംഭവിക്കാവുന്ന ഒരു തെറ്റാണ് സിൻടാക്സ് എറർ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സിൻടാക്സ് എററുകൾ പ്രോഗ്രാമിലുണ്ടെങ്കിൽ, നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാമിലുണ്ടെങ്കിൽ, പിന്നെ പ്രോഗ്രാം അടുത്ത ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഘട്ടത്തിൽ, അതായത് നമ്മൾ എഴുതിയ സോഴ്സ് പ്രോഗ്രാം ഹൈ ലെവൽ ഭാഷയിലുള്ള പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് ആക്കുന്ന സമയം, ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് സോഴ്സ് കോഡ് ടു ഒബ്ജക്റ്റ് കോഡ് ട്രാൻസ്ലേഷൻ, തർജ്ജമ നടക്കുന്ന സമയത്ത് എല്ലാ ലാംഗ്വേജ് പ്രോസസ്സറുകളും ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്രോസസ്സർ ഉപയോഗിച്ചാണ് ട്രാൻസ്ലേഷൻ നടത്തുക. കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ, ഇതിലേതെങ്കിലും ഒന്നാണ് ഹൈ ലെവൽ ഭാഷകളെ മെഷീൻ ഭാഷയാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ട്രാൻസ്ലേറ്റർ ആയി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാമിൽ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള സിൻടാക്സ് എററുകൾ ഉണ്ടെങ്കിൽ പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിൽ, ആ ഒരു ഫേസിൽ, അതായത് നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ കോഡാക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ട്രാൻസ്ലേറ്ററുകൾ, കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ അത് കണ്ടുപിടിക്കും. എന്നിട്ടത് റിപ്പോർട്ട് ചെയ്യും. ഏതൊക്കെ വരികളിലാണ് എന്തൊക്കെയാണ് സിൻടാക്സ് എററുകൾ എന്നുള്ള സൂചന അടങ്ങുന്ന ഒരു റിപ്പോർട്ട് കാണിക്കുന്നു. ഒരു എറർ വിൻഡോ, മെസ്സേജ് വിൻഡോയിൽ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ കമ്പൈലേഷൻ പരാജയപ്പെടുന്നു, നമ്മുടെ ട്രാൻസ്ലേഷൻ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ പരാജയപ്പെടുന്നു, നമുക്ക് മെഷീൻ കോഡ് കിട്ടുന്നില്ല. കാരണം സിൻടാക്സ് എറർ ഉണ്ടെങ്കിൽ നമ്മുടെ സോഴ്സ് പ്രോഗ്രാം, നമ്മൾ എഴുതിയിട്ടുള്ള ഹൈ ലെവൽ ഭാഷയിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാം, ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള പ്രോഗ്രാം ഒരിക്കലും വിജയകരമായിട്ട് തർജ്ജമ ചെയ്യപ്പെടുകയില്ല, മെഷീൻ ഭാഷയിലേക്ക്, യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയില്ല.
ആ കമ്പൈലർ തർജ്ജമ ചെയ്യുന്ന കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സർ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ അതിൻ്റെ ആ പ്രവർത്തനം എറർ കാണുന്ന നിമിഷം നിർത്തിവെക്കുന്നു. എന്നിട്ട് ഏത് വരിയിലാണ്, ഏതെല്ലാം വരികളിലാണ്, കുറേ എററുകളുണ്ടെങ്കിൽ ഏതെല്ലാം വരികളിലാണ് സിൻറ്റാക്സ് എററുകളുള്ളത്, അതുപോലെ തന്നെ അതിനുള്ള കാരണം എന്താണ്, ഓരോ വരിയിലും ആ ലൈൻ നമ്പർ, എററുള്ള വരിയുടെ നമ്പർ, പ്രോഗ്രാമിലെ വരിയുടെ നമ്പർ, ആ വരിയിൽ എറർ വരാനുള്ള സാധ്യത, കാരണം, സാധ്യത എന്നീ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു മെസ്സേജ് വിൻഡോയിൽ കാണിച്ചു തരുന്നു എല്ലാ ട്രാൻസ്ലേറ്ററുകളും. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം സ്വാഭാവികമായിട്ടും കമ്പൈലേഷൻസ് ഫെയിൽഡ് ആണെന്ന് കാണിക്കുന്നു. അപ്പോൾ നമ്മളത് തിരുത്തുന്നു. ആ തെറ്റുകൾ കണ്ടുപിടിച്ച് ഏതെല്ലാം വരികൾ, പ്രോഗ്രാമിൻ്റെ ഏതെല്ലാം വരികളിലാണ് തെറ്റുകൾ, കമ്പൈലറോ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്ററോ അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ നമ്മൾ വീണ്ടും സോഴ്സ് കോഡ് ഓപ്പൺ ചെയ്ത്, സോഴ്സ് കോഡ് അടങ്ങുന്ന ഫയൽ ഓപ്പൺ ചെയ്ത് അതാത് വരികളിൽ പോയി, തെറ്റുള്ള വരികളിൽ പോയിട്ട് അത് തിരുത്തി, വേണ്ടുന്ന തിരുത്തലുകൾ വരുത്തി പ്രോഗ്രാം വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എററുകൾ ഉണ്ടെങ്കിൽ വീണ്ടും അത് ട്രാൻസ്ലേറ്റർ, കമ്പൈലർ, ഇൻ്റർപ്രറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മളിങ്ങനെ ഇതൊരു സൈക്ലിക് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം എപ്പോഴാണോ നമുക്ക് കമ്പൈൽ ചെയ്യുമ്പോൾ ഓരോ തവണ തിരുത്തലുകൾ വരുത്തി, സിൻറ്റാക്സ് എററുകൾ കാണുമ്പോൾ അത് തിരുത്തിയതിന് ശേഷം വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുക, വീണ്ടും എററുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി വീണ്ടും കമ്പൈൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഏത് തവണ കമ്പൈൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണോ, സോഴ്സ് പ്രോഗ്രാമിന് മെഷീൻ പ്രോഗ്രാമായിട്ട്, സോഴ്സ് കോഡിന് ഒബ്ജക്റ്റ് കോഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണോ നമുക്ക് കമ്പൈലർ അല്ലെങ്കിൽ ആ ട്രാൻസ്ലേറ്റർ കമ്പൈലേഷൻ ഫിനിഷ്ഡ് പിന്നെ സക്സസ്ഫുള്ളി, അതായത് തർജ്ജമ വിജയകരമായി പൂർത്തിയാക്കി എന്ന് കാണിക്കുന്നത്, അതുവരെ നമ്മൾ ഈ കമ്പൈലേഷൻ ട്രാൻസ്ലേഷൻ എന്ന ഫേസ് തുടർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഇനി അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ട്രാൻസ്ലേഷൻ ഫേസ് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാമിലുള്ള സിൻറ്റാക്സ് എററുകളെല്ലാം തന്നെ നമ്മൾ തിരുത്തിയിട്ടുണ്ടായിരിക്കും. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് മെഷീൻ കോഡ് ട്രാൻസ്ലേഷൻ വഴി ട്രാൻസ്ലേഷൻ നടന്ന് എല്ലാ സിൻറ്റാക്സ് എററുകളും തിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്ലേഷൻ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് മെഷീൻ കോഡ് ലഭിക്കുകയുള്ളൂ. എങ്കിൽ ട്രാൻസ്ലേറ്റർ, കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ സോഴ്സ് കോഡിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് കോഡ് മെഷീൻ കോഡിലേക്ക് മാറ്റി, അതുതന്നെയാണ് ഒബ്ജക്റ്റ് കോഡ് ആയിട്ട് നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മെഷീൻ കോഡ് ട്രാൻസ്ലേഷൻ സക്സസ് ആണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് കോഡ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അതൊരു ഫയലിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും ട്രാൻസ്ലേറ്ററുകൾ, മെഷീൻ കോഡിലുള്ള പ്രോഗ്രാം. പിന്നീട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മറ്റൊരു തരത്തിലുള്ള എററുകളായിട്ടുള്ള ലോജിക്കൽ എററാണ്. ആ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ഡിബഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിക്കൽ എററുകൾ കണ്ടുപിടിക്കണമെങ്കിൽ ട്രാൻസ്ലേഷൻ സമയം, നേരത്തെ സിൻറ്റാക്സ് എററിൻ്റെ പറഞ്ഞതുപോലെ പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്താലൊന്നും ട്രാൻസ്ലേഷൻ സമയത്തൊന്നും കണ്ടുപിടിക്കപ്പെടുന്ന തെറ്റുകളല്ല ലോജിക്കൽ പ്രോഗ്രാം എറേഴ്സ്. അത് ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക്കിലുണ്ടാകുന്ന, നിങ്ങളുടെ പ്രോഗ്രാം മനസ്സിലാക്കിയതിലെ, പ്രോഗ്രാമിൻ്റെ ലോജിക് ആശയം മനസ്സിലാക്കിയതിലെ പിഴവ് മൂലമുണ്ടായിട്ടുള്ള തെറ്റാണ്. അത് കണ്ടുപിടിക്കാൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററുകൾക്ക് കഴിയുകയില്ല. അപ്പോൾ ലോജിക്കൽ എറർ ഉള്ളൊരു പ്രോഗ്രാം സക്സസ്ഫുള്ളായിട്ട് കമ്പൈൽ ചെയ്യും, മെഷീൻ കോഡ് കിട്ടും. ആ ലോജിക്കൽ എറർ പ്രോഗ്രാമിൽ നമുക്ക് വ്യക്തമാകുന്നുമില്ല. അപ്പോൾ ലോജിക്കൽ എറർ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ഇനി പറയുന്ന ഈ ഒരു പ്രോഗ്രാമിംഗ് സ്റ്റേജ്, ദാറ്റ് ഈസ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അപ്പോൾ ലോജിക്കൽ എററുകൾ കണ്ടെത്തുന്നതാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പ്രോഗ്രാമിലെ ലോജിക്കൽ എററുകൾ കണ്ടെത്തുന്നത്. എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം അതിൻ്റെ ട്രാൻസ്ലേഷൻ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മെഷീൻ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഒബ്ജക്റ്റ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ, ട്രാൻസ്ലേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ സിൻറ്റാക്സ് എററുകൾ ഇല്ലാതിരിക്കണം. അങ്ങനെ സിൻറ്റാക്സ് എറർ ഫ്രീ ആയിട്ടുള്ള, സിൻറ്റാക്സ് എററുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സോഴ്സ് കോഡ് നമ്മൾ കൊടുക്കുമ്പോൾ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിനെ കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ വിജയകരമായിട്ട് കമ്പൈൽ ചെയ്ത് ഒബ്ജക്റ്റ് കോഡായി ജനറേറ്റ് ചെയ്ത് തരുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഒബ്ജക്റ്റ് കോഡ്
നമ്മൾ റൺ ചെയ്യുന്നു. ആ പ്രോഗ്രാം ഇപ്പോൾ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാണ്. അപ്പോൾ എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ എററുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി മെഷീൻ കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന മെഷീൻ കോഡിനെ, കമ്പൈൽ ചെയ്തോ ഇൻ്റർപ്രറ്റ് ചെയ്തോ കിട്ടുന്ന മെഷീൻ കോഡിനെ റൺ ചെയ്യുന്നതിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഈ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് ടെസ്റ്റിംഗ്. അപ്പോൾ എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നതിനെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്നു, നമുക്ക് കിട്ടിയ മെഷീൻ കോഡ് ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് കിട്ടുന്ന, സക്സസ്ഫുള്ളായ ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് കിട്ടുന്ന മെഷീൻ കോഡിനെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു, റൺ ചെയ്യുന്നു. റൺ ചെയ്യുമ്പോൾ പ്രോഗ്രാമിന് ഇൻപുട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആവശ്യപ്പെടുന്ന ഇൻപുട്ടുകൾ കൊടുക്കുന്നു. നമുക്ക് പ്രോഗ്രാം നൽകുന്ന ഔട്ട്പുട്ട് പരിശോധിക്കുക. അത് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് തന്നെയാണോ, പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനും മറ്റും നമ്മൾ കണ്ടെത്തിയ ഔട്ട്പുട്ട് തന്നെയാണോ എന്ന് താരതമ്യം ചെയ്യുക. ആണെങ്കിൽ, നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ആണെങ്കിൽ, പ്രോഗ്രാം തരുന്ന ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കേണ്ട ഔട്ട്പുട്ട് തന്നെയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ യാതൊരു തരത്തിലുള്ള ലോജിക്കൽ എററുകളുമില്ല എന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിംഗ് ഫേസിൽ എക്സിക്യൂഷൻ ടെസ്റ്റിങ്ങിലാണ് ലോജിക്കൽ എററുകൾ കണ്ടുപിടിക്കപ്പെടുന്നതും പിന്നീട് അത് തിരുത്തുന്നതും. ഇപ്പോൾ ഡിബഗ്ഗിങ് എന്ന് പറയുന്നത് ഇവിടെയും നടക്കുന്നുണ്ട്. ശരിക്കും ഡിബഗ്ഗിങ് എന്ന് പറയുന്നത് 2 ഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഡിബഗ്ഗിങ് പ്രോഗ്രാം ട്രാൻസ്ലേഷൻ്റെ ഭാഗമായിട്ടും നടക്കുന്നുണ്ട്, എക്സിക്യൂഷൻ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും ഡിബഗ്ഗിങ് നടക്കുന്നുണ്ട്. ബഗ് എന്ന് പറഞ്ഞാൽ എററുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ തെറ്റ് കണ്ടുപിടിക്കലും അത് തിരുത്തലും എന്നത് ശരിക്കും അതൊരു ഫേസ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അത് വാസ്തവത്തിൽ ഈ 2 ഫേസുകളിലൂടെയുമാണ് വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ് ഡിബഗ്ഗിങ്. സോ ഡിബഗ്ഗിങ് എന്ന് പറയുന്നത് ഒരു ഫേസ് ട്രാൻസ്ലേഷൻ തൊട്ട് മുൻപത്തെ ട്രാൻസ്ലേഷൻ എന്ന പ്രോഗ്രാമിംഗ് ഫേസിലും അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് എന്ന 2 ഫേസുകളിൽ നടക്കുന്നൊരു പ്രോസസ്സാണ് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അപ്പോൾ തെറ്റ് കണ്ടുപിടിക്കുക, തിരുത്തുക എന്നുള്ളതാണ് ഡിബഗ്ഗിങ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഡിബഗ്ഗിങ് മീൻസ് ഫൈൻഡിങ് ദ എറേഴ്സ് ആൻഡ് കറക്റ്റിംഗ് ദം. അത് 2 തരത്തിലുണ്ട്. ലോജിക്കൽ എറർ, സിൻടാക്സ്, ലോജിക്കൽ എറർ. സിൻടാക്സ് എറർ കണ്ടുപിടിക്കാൻ ട്രാൻസ്ലേഷൻ സമയത്ത് കണ്ടുപിടിക്കപ്പെടും. അത് അവിടെ വെച്ച് തിരുത്തും. തിരുത്തിയാൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റ് കോഡ് കിട്ടുകയുള്ളൂ, മെഷീൻ കോഡ് സക്സസ്ഫുള്ളായിട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് സമയത്ത് നമ്മൾ കണ്ടെത്തുന്ന ബഗ്ഗുകളെയാണ് ലോജിക്കൽ ബഗ്സ്, ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കണം. ലോജിക്കൽ സിൻടാക്സ് എറർ ആണെങ്കിൽ നമുക്ക് പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രോഗ്രാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ലേറ്റർ, കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ അത് കണ്ടുപിടിച്ച് നമുക്ക് കാണിച്ചു തരും. തിരുത്തേണ്ട ജോലി മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ലോജിക്കൽ എറർ എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ സമയത്ത് കണ്ടുപിടിക്കപ്പെടാത്ത എററുകളാണ്. കാരണം അത് നമ്മുടെ പ്രോഗ്രാം ലോജിക്കിലുള്ള, പ്രോഗ്രാമിൻ്റെ ആശയം മനസ്സിലാക്കിയതിലുള്ള പിഴവ് കൊണ്ടുണ്ടാകുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ടത് മെഷീനിന് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത്തരം ലോജിക്കൽ എററുകൾ ഹിഡൻ എറേഴ്സാണ് പ്രോഗ്രാമിംഗ്. അത്തരം ഹിഡൻ എറേഴ്സ് ഒളിഞ്ഞിരിക്കുന്ന പ്രോഗ്രാമിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ലോജിക്കൽ എററുകളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ നടത്തുന്നത്. പ്രോഗ്രാം എക്സിക്യൂഷൻ മീൻസ് ഒരു പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുക, അതിന് വേണ്ടുന്ന ഇൻപുട്ട് കൊടുക്കുക, കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കേണ്ട ഔട്ട്പുട്ടാണോ എന്ന് താരതമ്യം ചെയ്യുക. അല്ല എങ്കിൽ തെറ്റായ ഔട്ട്പുട്ടാണ് ലഭിക്കുന്നതെങ്കിൽ പ്രോഗ്രാമിൽ ലോജിക്കൽ എറർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് ഡിബഗ്ഗിങ്. അവിടെ നടക്കുന്ന ഡിബഗ്ഗിങ്. അപ്പോൾ നമ്മളൊരു എറർ ഡിറ്റക്റ്റ് ചെയ്തു, ഒരു ലോജിക്കൽ എറർ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ പ്രോഗ്രാം പ്രവർത്തിപ്പിച്ച് കൊടുക്കേണ്ട ഇൻപുട്ട് കൊടുത്ത് കിട്ടേണ്ട ഔട്ട്പുട്ട് കിട്ടുന്നില്ലെങ്കിൽ, ആ ഇൻപുട്ടിന് കിട്ടേണ്ട ഔട്ട്പുട്ട് അല്ല കിട്ടുന്നതെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ലോജിക്കിൽ പിഴവുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ആ പ്രോഗ്രാം ഒന്ന് വ്യക്തമായിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കി അതിൽ വേണ്ട സ്ഥലങ്ങളിൽ തിരുത്തലുകൾ വരുത്തുക. ഇതാണ് അവിടെ ഡിബഗ്ഗിങ്. അവിടെ നടക്കുന്ന ഈ എക്സിക്യൂഷൻ ടെസ്റ്റിങ്ങിൽ നടക്കുന്ന ഡിബഗ്ഗിങ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് മീൻസ് എക്സിക്യൂഷൻ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ബാക്കിയാണ് ടെസ്റ്റിംഗ്. അപ്പോൾ എക്സിക്യൂഷൻ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുക, കൊടുക്കേണ്ട ഇൻപുട്ട് കൊടുക്കുക, കിട്ടുന്ന ഔട്ട്പുട്ടിനെ താരതമ്യം ചെയ്യുക. ഇതാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടാണെങ്കിൽ, അപ്പോൾ അതിന് മുൻകൂട്ടി എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് നടത്തുന്നതിന് മുൻപ് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 നമ്പറുകൾ എയും ബിയും
ആണ് ഇൻപുട്ട്, അത് ആഡ് ചെയ്തിട്ട് സി എന്ന ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അവിടെ എയ്ക്കും ബിക്കും കൊടുക്കുന്ന വില, എയും ബിയും ഇൻപുട്ടാണ്. അപ്പോൾ അത് 2ഉം 3ഉം ആണെന്നിരിക്കട്ടെ. എ 2 ആണ്, ബി 3 ആണ്. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ സി ഈക്വൽ ടു എ പ്ലസ് ബി ആണ് പ്രോഗ്രാം. അപ്പോൾ സി ഔട്ട്പുട്ട് ചെയ്യണം. അപ്പോൾ എയും ബിയും 2ഉം 3ഉം ആണെങ്കിൽ 2ഉം 3ഉം കൂട്ടിയാൽ 5 ആയിരിക്കണം സി എന്ന് നമുക്ക് ഓൾറെഡി ഒരു ധാരണയുണ്ടായിരിക്കണം. അതാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഒരു ഔട്ട്പുട്ട്, നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ഔട്ട്പുട്ടും നമ്മൾ പ്രോഗ്രാം കാണിക്കുന്ന ഔട്ട്പുട്ടും പ്രോഗ്രാം 2, 3 എന്ന ഇൻപുട്ട് കൊടുക്കുമ്പോൾ പ്രോഗ്രാം 5 എന്ന് തന്നെ കാണിക്കണം. പ്രോഗ്രാം വേറെ എന്തെങ്കിലും വാല്യൂ ആണ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ പ്രോഗ്രാമിൽ ലോജിക്കൽ എറർ. ഇതാണ് ലോജിക്കൽ എറർ. അപ്പോൾ അത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ്, ലോജിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിംഗ് ഫേസ് നടത്തപ്പെടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ ലോജിക്കൽ ഫങ്ഷനുകളും ചെക്ക് ചെയ്യാൻ, പരിശോധിച്ച് വിലയിരുത്താൻ പ്രാപ്തമായിട്ടുള്ള ഇൻപുട്ടുകളെല്ലാം തന്നെ നമ്മൾ ടെസ്റ്റിംഗ് സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 നമ്പറുകൾ എയും ബിയും, അപ്പോൾ എ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന റിസൾട്ടാണ് പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വിചാരിക്കുക. എയ്ക്കും ബിക്കും നമ്മൾ എല്ലാ വാല്യൂസും കൊടുക്കണം. ബി 0 ആകുന്ന സമയത്ത് 0 കൊണ്ട് ഡിവിഷൻ സാധിക്കില്ല. ആ ഒരു കേസ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ എല്ലാ വാല്യൂസും നമ്മുടെ ഇൻപുട്ടിന് സാധ്യമായിട്ടുള്ള പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ ടെസ്റ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഗ്രാമിൻ്റെ കൃത്യത മുഴുവനായിട്ട് ഉറപ്പുവരുത്തണമെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ എല്ലാ വശങ്ങളും ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള സാധ്യമായ എല്ലാ ഇൻപുട്ടുകളും കൊടുത്ത് അതിനെ പലതവണ ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് കറക്റ്റാണ് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അക്യുറസി ഓഫ് ദി പ്രോഗ്രാം ലോജിക് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദിസ് ടെസ്റ്റിംഗ്. While selecting the test data, we should ensure that all aspects of the program logic will be tested. ഏതെങ്കിലും 1-2 ഇൻപുട്ട് മാത്രം കൊടുത്ത് ഒരു ഇൻപുട്ട് ഒരു തവണ കൊടുക്കുന്നു. അപ്പോൾ ഒരു പ്രോഗ്രാം 2 നമ്പറുകൾ കമ്പയർ ചെയ്യുന്നു, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. അപ്പോൾ അവിടെ എയും ബിയും ആണ് ഇൻപുട്ട്. അപ്പോൾ എയ്ക്കും ബിക്കും നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തു. ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2 ഇൻപുട്ട് കൊടുത്തു. എയ്ക്ക് ഒരു വാല്യൂ കൊടുത്തു, ബിക്ക് ഒരു വാല്യൂ കൊടുത്തു, 2 ഇൻപുട്ട്. എ ഗ്രേറ്റർ ദാൻ ബിയും ചെക്ക് ചെയ്യുമ്പോൾ എ ചെറുതും ബി വലുതുമാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ ചെക്കുമ്പോൾ അത് ബി ആണ് വലുതെന്ന് കാണിക്കും. ഇനി എ ചെറുതും ബി വലുതുമായിട്ട് കൊടുത്ത് തിരിച്ചും കൊടുത്തു നോക്കണം, തുല്യമായിട്ടും കൊടുത്തു നോക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാ ഇൻപുട്ടിന് വരുന്ന ഡാറ്റകളും സാധ്യമായ എല്ലാ ഇൻപുട്ട് ഡാറ്റകളും നൽകി നമ്മുടെ പ്രോഗ്രാം ഒരു ഘട്ടത്തിലും ഒരു പ്രത്യേക ഇൻപുട്ട് കൊടുക്കുമ്പോൾ മാത്രം കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതി വരരുത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ സാധ്യമായിട്ടുള്ള ഇൻപുട്ടുകൾക്കും ഏത് ഇൻപുട്ട് കൊടുത്താലും പ്രോഗ്രാം അതിനനുസരിച്ചുള്ള കൃത്യമായ ഔട്ട്പുട്ട് തന്നെ തരണം. അല്ലാതെ ചില ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് പ്രോഗ്രാം കറക്റ്റ് ഔട്ട്പുട്ട് കാണിക്കുന്നു, ചില ഇൻപുട്ട് അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സാധ്യമായ എല്ലാ ഇൻപുട്ടുകളും കൊടുത്ത് മുഴുവനായിട്ടും പ്രോഗ്രാം ലോജിക്ക് ചെക്ക് ചെയ്താലേ ആ പ്രോഗ്രാമിലെ ലോജിക്കൽ എററുകൾ മുഴുവനായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് തിരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമിംഗ് ഫേസാണ് ഡോക്യുമെൻറ്റേഷൻ. പ്രോഗ്രാമിങ്ങിൻ്റെ 7ാമത്തെ ഫേസ്. അപ്പോൾ 7 ഘട്ടങ്ങളുള്ളൊരു വലിയ പ്രോസസ്സാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 6ാമത്തെ ഫേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സിക്യൂഷൻ ടെസ്റ്റിംഗ്. ലോജിക്കൽ എററുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നു, ഇൻപുട്ട് കൊടുക്കുന്നു, കിട്ടുന്ന ഔട്ട്പുട്ട് ശരിയാണോ എന്ന് നോക്കുന്നു, നമ്മുടെ കൈവശമുള്ള ഔട്ട്പുട്ടാണോ എന്ന് നോക്കുന്നു. അല്ലെങ്കിൽ പ്രോഗ്രാമിൽ എററുണ്ട്, ലോജിക്കൽ എറർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് പ്രോഗ്രാം നിർത്തിവെച്ച് അതിൻ്റെ സോഴ്സ് കോഡ് ഫയൽ ഓപ്പൺ ചെയ്ത് അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി അതിനുശേഷം വീണ്ടും ആ മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ തവണ ഡിബഗ്ഗിങ്ങിൻ്റെ ഭാഗമായി എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ലോജിക്കൽ എററുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ എററുകൾ നമ്മൾ സോഴ്സ് കോഡ് ഓപ്പൺ ചെയ്ത് അതിൽ തിരുത്തലുകൾ വരുത്തിയതിന് ശേഷം അത് കമ്പൈൽ ചെയ്ത് വീണ്ടും അതിനെ ഈ പറഞ്ഞ ഫേസുകൾ കമ്പൈൽ ചെയ്ത് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ മെഷീൻ കോഡ്, ആ കറക്റ്റ് ചെയ്തതിൻ്റെ ഒബ്ജക്റ്റ് കോഡ് നമുക്ക് കിട്ടണം, മെഷീൻ കോഡ്. അതിനുശേഷം മാത്രമേ വീണ്ടും നമ്മൾ എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് നടത്താവൂ. അപ്പോൾ ഒരു ലോജിക്കൽ എറർ കണ്ടുപിടിച്ചാൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് ആ എറർ തിരുത്തിയതിന് ശേഷം ഉടനെ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുക പ്രോഗ്രാം, എന്നിട്ട് പുതിയ മെഷീൻ കോഡ്. എന്നാലേ ആ തിരുത്തൽ നമ്മുടെ ട്രാൻസ്ലേഷനിൽ ഉൾപ്പെടുകയുള്ളൂ. തിരുത്തിയത് മെഷീൻ കോഡിൽ ആ തിരുത്തൽ വരികയുള്ളൂ.
ആ തിരുത്തിയ മെഷീൻ കോഡ് വേണം വീണ്ടും റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഫേസിൽ വരുന്നത്. ഇനി നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫേസാണ് ലാസ്റ്റ് ഫേസ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിങ്ങിൻ്റെ 7ാമത്തെ ഘട്ടമാണ് ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷൻ എന്നുള്ളത് ഒരു പ്രത്യേക സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ അവസാന ഘട്ടം ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പോലും ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്സ്. അതൊരു തുടർച്ചയായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്, പ്രോഗ്രാമിംഗ് ഫേസാണ്. അതായത് പ്രോഗ്രാമിങ്ങിൻ്റെ ആദ്യഘട്ടമായ പ്രോബ്ലം സ്റ്റഡി അഥവാ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ മുതൽ പ്രോഗ്രാമിങ്ങിൻ്റെ അവസാന ഘട്ടമായിട്ടുള്ള എക്സിക്യൂഷൻ ടെസ്റ്റിംഗ്, ഡിബഗിങ്, എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡോക്യുമെൻറ്റേഷൻ എന്നത്. ഡോക്യുമെൻറ്റേഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ, മറ്റൊന്ന് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. അതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റ്. ഇപ്പോൾ എന്താണ് ഡോക്യുമെൻറ്റേഷൻ? ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് പ്രോസസ്സ്. അത് പ്രോഗ്രാമിങ്ങിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വളരെയധികം ദൈർഘ്യമുള്ള ഒരു പ്രവർത്തനമാണ് ഡോക്യുമെൻറ്റേഷൻ എന്നത്. അത് 2 തരത്തിലുണ്ട്. ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷനും എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ. എന്താണ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ? ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ഭാഷയിൽ C++ലോ സിയിലൊക്കെയാണ് നിങ്ങൾ പ്രോഗ്രാം എഴുതുന്നത്. ഇപ്പോൾ C++ലാണ് നിങ്ങൾ പ്രോഗ്രാം എഴുതുന്നതെങ്കിൽ ആ പ്രോഗ്രാമിംഗ് കമാൻഡുകളെ കൂടാതെ, പ്രോഗ്രാമിംഗ് ഭാഷയിലുള്ള കമാൻഡുകൾ കൂടാതെ പ്രോഗ്രാമിലെ ഓരോ വരികളെക്കുറിച്ചും എഴുതുന്ന ഒരു ചെറിയ ഒരു ഒറ്റ വരി അല്ലെങ്കിൽ 2-3 വരികളുള്ള ഒരു വിവരണത്തെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റൈറ്റിംഗ് കമൻറ്റുകൾ എഴുതുക. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാം കമാൻഡുകളുടെ കൂടെ ഓരോ കമാൻഡുകളെക്കുറിച്ചും ഒരു കമൻറ്റ് എഴുതുന്നതിനെയാണ് ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്.